വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന കുഞ്ഞിമത്തി. അത് കുഞ്ഞിമത്തി മുളകിട്ടത്. അപ്പോൾ അതിനായിട്ട് അതെ വരട്ടിയത് പറയും നമ്മൾ തലശ്ശേരി പറയുന്നത്, തലശ്ശേരി ഭാഷയിൽ പറയുന്ന പോലെ മുളകോട്ടെന്ന് പറയും. വരട്ടിയത് നമ്മളെ ഫുള്ള് മലപ്പുറം തലശ്ശേരി ആയതുകൊണ്ട് മിക്സ് ആയിട്ടല്ല പറയാം, മുളകോട്ടെ അല്ലെങ്കിൽ വരട്ടിയത്. അപ്പം അതിന് ആദ്യമായിട്ട് വേണ്ടത് വെച്ചാൽ ഒരു ചട്ടി ഇടുക, അതിൽ നല്ല 2 പച്ചമുളക് ഇതേ കാണുന്ന പോലെ കട്ട് ചെയ്ത്, പിന്നെ വേണ്ട സംഭവമാണ് തക്കാളി. ഒരു തക്കാളി ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ചുണ്ടാകും. നമ്മളിപ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കുന്നതനുസരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ വെക്കുന്നത് ഇപ്പോൾ ഒരു തക്കാളി ആവശ്യം വരും. അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിൻ വേണ്ട നമ്മളെ എല്ലാ കറിക്കും ആവശ്യമുള്ളതാണ് നമ്മളെ ഗാർലിക്കും ഇഞ്ചിയും ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് നമ്മളെ കറിവേപ്പില. മാക്സിമം ഫ്രഷ് കറിവേപ്പില തന്നെ ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ചെറിയൊരു വാട്ടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മളെ മരുത്തുമെന്നുണ്ടായ കറിവേപ്പില തന്നെയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. ഇനി അടുത്തതിൽ ആഡ് ചെയ്യണത് കുറച്ച് മല്ലിച്ചപ്പാണ്. അപ്പോൾ അതും ഇതേപോലെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ കറിയിലും വേണ്ട മെയിൻ സാധനം, ഇത് കൂടിയാലും പ്രശ്നമാണ്, ഇട്ടിക്കില്ലെങ്കിലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. പക്ഷെ നമ്മൾ എക്സാക്റ്റ് കണക്ക് പറയുന്നില്ല, അതേപോലെ നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത് നിങ്ങൾ ആവശ്യാനുസരണം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ടർമറിക് പൗഡർ, നമ്മളെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. അത് ആവശ്യത്തിന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാച്ചിയ നല്ല വെളിച്ചെണ്ണയാണ്, നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് എന്താ പറയുക, ഈ കാണുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഈ കാണുന്ന പോലെ കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി, അതാണ് തക്കാളി നല്ലോണം ഉടച്ച് സെറ്റാക്കി എടുക്കുക. അത് നമ്മൾ മുളകോട്ടേൻ്റെ മെയിൻ സംഭവം. ഇപ്പം നമ്മൾ കുഞ്ഞുമത്തി നല്ലോണം കഴുകി അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1/4 കിലോ വരും. ഇപ്പം മീനിന് നല്ല റേറ്റ് കുറവായുണ്ട്, നല്ല ആവോലി അയിക്കൂറയും അത് നമ്മളെ മറ്റേ വ്ളോഗിൽ വരുന്നുണ്ട്, നമ്മൾ അയിക്കൂറിൻ്റെ ആവോലിൻ്റെയൊക്കെ. അതുകൊണ്ട് അപ്പോൾ കൂട്ടത്തിൽ വാങ്ങിയതാണ്. അപ്പോൾ അതങ്ങനെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പുളിവെള്ളം ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ പുളിവെള്ളം നല്ലോണം സെറ്റാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നല്ലോണം എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയെല്ലാം ഫുള്ള് സെറ്റായി നല്ലോണം പീച്ചി സ്ക്വീസ് ചെയ്ത് പിഴിഞ്ഞ് സ്ക്വീസ് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി. നമ്മളിവിടെ ഫിഷ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇനി ഒന്നും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മളെ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഇതൊന്ന് തിളപ്പിച്ച് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുഞ്ഞുമത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 by 1 ആയിട്ട്, 1 by 1 അല്ല, പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, നല്ല അടുപ്പത്ത് വെക്കുക, കത്തിക്കുക, ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ സ്റ്റവ് കത്തിച്ച് ഫ്ലെയിം മറക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഇതൊന്ന് ഒരു മൂടി വെച്ചിട്ട്, അപ്പോൾ വേവിക്കാൻ ടൈം എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായി ഒന്ന് മീൻ വെന്ത് വരുന്ന രൂപത്തിൽ. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് സെറ്റായി കുറുകി ഇതായി വരും. അപ്പോൾ നമ്മൾ മുളകോട്ട് എന്തായി റെഡിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ നല്ലോണം വെന്ത് തോന്നല്ലേ, ഒരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിന് മുകളിലായി നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നോക്കി നല്ലോണം ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ.
ഒന്ന് കുറുകി സെറ്റായി വരുമ്പോൾ നല്ല നമുക്ക് വെളിച്ചെണ്ണ ഇതിന് മുകളിൽ ഒന്ന് ആഡ് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ആഹാ നല്ല പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ കുറച്ച് ടേസ്റ്റിന് നമ്മൾ നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്താൽ ഇനി ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് ഓഫാക്കിയാൽ നമ്മളെ സംഭവം റെഡിയായി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയാൽ സംഭവം റെഡി. ഇനി ഇതൊരു എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മളെ കുഞ്ഞിമത്തി മുളക് ഇട്ടത്.